ഹലോ. അപ്പോൾ കാജലിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഉപയോഗിക്കുന്ന കാജൽ ഏതാണെന്നും ഞാൻ ആ കാജലിൽ ഉപയോഗിക്കാൻ എത്തുന്ന സാഹചര്യം എന്താണെന്നും ഒക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ കണ്ണിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള കാജലൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലൊക്കെ കെമിക്കൽസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് വ്യക്തമായൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ ഒഫ്താൽമോളജി ടെസ്റ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ള സ്ഥിതിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഈ കാജലിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ടാറ്റാ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കാജലിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിക്കുന്ന കാജൽ അല്ലേ. ഞാൻ ഉപയോഗിക്കുന്ന കാജൽ ശരിക്കും പറഞ്ഞാൽ മേബിലിൻ്റെ കാജലാണ്. മേബിലിൻ്റെ കാജലും അതുപോലെ തന്നെ ലാക്മേയുടെ കാജലുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഒന്നാമത് ഇനി എൻ്റെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. എൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല ഓയിലിയാണ്. ഏത് കാജൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മീൻസ് അത് മാഞ്ഞു പോകും. മീൻസ് അതൊക്കെ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു കരി പോലെ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. പിന്നെ മാത്രം എനിക്ക് കണ്ണ് നന്നായിട്ട് ചൊറിയും. വേറെ ഏതെങ്കിലും ഒരു കാജൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ചൊറിയും. അപ്പോൾ ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ശരിക്കും മേബിലിൻ്റെ കാജൽ ഉപയോഗിച്ചത്. എന്താ പറയുക, ഞാൻ നിന്നിരുന്ന ഒരു ഷോപ്പിൽ ഈ ലാക്മേയുടെ മേബിലിൻ്റെയും കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അവിടുത്തെ ആ ബ്യൂട്ടി അഡ്വൈസർ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കമ്പനിയുടെ ഉണ്ട്. ലാക്മേ ഉണ്ട്, മേബിലിനുണ്ട്, ലോറിയലുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണ് വാവ്. അങ്ങനെ ഒരുപാട് ഇത്ര ഞാൻ വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രം എടുത്തതാണ്. എല്ലാ കമ്പനിയും ഇതുപോലെയുള്ള അത്യാവശ്യം കമ്പനീസ് ഒക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള കാജലാണ്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ അല്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെ അപ്പോൾ എനിക്ക് ഇപ്പോൾ ലാക്മേ മേബിലും പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ ഞാൻ പറയാമെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഈ ലാക്മേയുടെ മേബിലിൻ്റെ ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും കാജലൊക്കെ മേടിക്കും ഉപയോഗിക്കും എന്നല്ലാതെ ഇതിലൊക്കെ എഴുതിയിരിക്കുന്നൊന്നും നമ്മൾ വായിച്ച് നോക്കാറില്ല. സത്യം പറയാൻ ഞാൻ ഇതുവരെ വായിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഈ അടുത്ത കാലത്തായിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, എന്തൊക്കെയാണ് പ്രത്യേകത ആണ് ശരിക്കും നോക്കിയത് കേട്ടോ. അങ്ങനെ നോക്കാൻ വേണ്ടി ശരിക്കും ആദ്യം ഞാൻ കോളേജ് എൻ്റെ കയ്യിൽ ഇത് 3 കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് മാത്രമേ ഇത് 3 എഴുതിക്കുന്നത് കാണിക്കാൻ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അല്ലേ. നമുക്ക് കണ്ണ് നമ്മൾ എത്രയാണ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള കാജലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ കണ്ണിൻ്റെ ഇവിടുത്തെ രോമൊക്കെ കൊഴിഞ്ഞു പോയെന്ന് വരാം. അതുപോലെ കണ്ണിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായെന്ന് വരാം, എപ്പോഴും ഇച്ചിങ് വന്നെന്ന് വരാം. അപ്പോൾ അങ്ങനെ പല തരത്തിലും അപ്പോൾ അതൊക്കെ ഇതിപ്പോൾ നമ്മൾ കാജൽ ഉപയോഗിച്ചത് കൊണ്ടാണെന്ന് നമുക്ക് അറിയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ സുരക്ഷ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ കാശ് മുടക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്ന് നമുക്ക് കണ്ണിൻ്റെ പ്രോബ്ലം ഒക്കെ ആയിട്ട് ഈ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും കാശാവും എന്ന് പറയാമല്ലേ. നോർമലി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മേബിലിൻ്റെ കാജലിൽ ഞാൻ കുറേ വായിച്ച് നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് കുറേ പ്രത്യേകതകൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാട്ടർ പ്രൂഫ് ആണ്, ഓൾ ഡേ വെയർ, അതായത് 24 hours ഓൾ ഡേ വെയർ ആണ്. അത് കറക്റ്റാണ് കേട്ടോ. എനിക്ക് രാത്രി ആയി കഴിഞ്ഞാലും ഞാൻ വന്ന് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിയുക മാത്രമാണ് അത് പോകുന്നത് കേട്ടോ. അത് കറക്റ്റാണ്. പിന്നെ പറയാം എന്താ മെയ്ഡ് വിത്ത് അലോ ഇപ്പോഴാണ് കേട്ടോ. അത് അലോ നേരത്തെ ഉണ്ടായിരുന്നില്ല, ഞാൻ വായിച്ചിരുന്നില്ല, ഞാൻ അതുകൊണ്ട് ഉണ്ടായിരുന്നു എന്നറിയില്ല. പിന്നെ വിത്ത് വൈറ്റമിൻ ഇ മോയ്സ്ചറൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വീഗൻ ഫോമുല, അതൊക്കെ കറക്റ്റാണ്. പിന്നെ ഇതിനകത്ത് വീഗൻ ഫോമുല ഒഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് എന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ ബാക്കി എല്ലാം സാധാരണ പോലെ ഡീപ് ബ്ലാക്ക് ആണ്, സ്മഡ്ജ് പ്രൂഫ് ആണ്, പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് സംഭവം തന്നെ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഇതിലും അതുപോലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് എന്ന് എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്. ഒഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് ശരിയാണ്, മേബിലിൻ്റെ ഇങ്ങനെ 24 hours എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ലോറിയലിൻ്റെ കാജലാണെങ്കിൽ 12 hours സ്മഡ്ജ് പ്രൂഫ് എന്നാണുള്ളത്. അതുപോലെ ഇപ്പം വാവിൻ്റെ കാജലിനാണെങ്കിൽ 16 hours ആണ്. അപ്പോൾ ഇതുപോലത്തെ പ്രത്യേകത ഉണ്ട് കേട്ടോ. അവറിന് വ്യത്യാസങ്ങളുണ്ട് പല കാജലിലും. അപ്പോൾ പിന്നെ ചിലതിൽ മേബിലിൻ്റെ കാജൽ എഴുതിക്കുന്ന പോലെ ഇത്രയും പ്രത്യേകതകളൊന്നും വേറെ കാജലിൽ എഴുതിയതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ നമുക്ക് പലതും പല ഇതിലാണ് കാണുന്നത്. ഓരോ പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. കമ്പനി മാറുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഓരോ പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഏത് കാജലാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാജൽ മേബിലിൻ്റെ കാജലാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഐ ലൈനർ ഉണ്ട് കേട്ടോ. ലൈനറും മേബിലിൻ്റെ തന്നെയാണ്, മേബിലിൻ്റെ ലാക്മേയുടെ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും പിന്നെ എന്താ പറയുക, എപ്പോഴും മേബിലിൽ നിന്ന് ലാക്മേയിൽ ഇതൊന്നും എടുത്ത് പറയേണ്ട കാര്യം ഇതൊരു പ്രൊമോഷൻ ആണോ എന്ന് ചോദിക്കും. ശരിക്കും ഇതൊരു പ്രൊമോഷൻ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയാം, ലോകോത്തര ബ്രാൻഡാണ്. അപ്പോൾ അതിന് എന്നെപ്പോലെ ഒരാളെന്ന് വന്നിരുന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് എടുത്ത് പറയാണ് നോ പ്രൊമോഷൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താണ് നമ്മുടെ കണ്ണിൻ്റെ സുരക്ഷ നമുക്ക് ഏറ്റവും വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടവും പിന്നെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് മതി. ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ആ കാജലുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ ശരി, ഓക്കെ.